ഇവിടെ മുന്തിരി നട്ടേക്കുന്ന കണ്ടോ, ഇങ്ങനെ പന്തൽ കയറ്റി വിടുകയാണ് മുന്തിരി. കണ്ടോ, നല്ലപോലെ പന്തൽ കയറ്റി വിടുകയാണ് മുന്തിരി. ഇവിടെ വളമൊക്കെ കൊടുക്കാനുണ്ട്, പോട്ടിംഗ് മിക്സ്. ഞങ്ങൾ ചെറിയ തൈയേ മേടിച്ചുള്ളൂ, 3-4 ചെറിയ തൈ, ഒരു വലിയ മാവ് മേടിച്ചു. ഞങ്ങൾ മല്ലിക മാവും മുന്തിരി ഉണ്ടോ നോക്കാൻ ചെന്നാണ്. അത് മേടിക്കാൻ ചെന്നപ്പോൾ മുന്തിരി അവിടെ മേടിക്കാനില്ല, അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ, പന്തലിൽ കയറ്റി. ഇത്രയും ചെറിയ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചോളൂ, ചെറിയ തൈകളെ. പോട്ടിംഗ് മിക്സ് എല്ലാ സൈസ് വളം കൊടുക്കാനുണ്ട്, പോട്ടിംഗ് മിക്സ് ഉണ്ട്, എല്ലാം അവിടെ കൊടുക്കും. കൊരിയർ ചെയ്ത് കൊടുക്കും. ചെറിയ തൈകൾ ആണ് കൊരിയർ ചെയ്ത് കൊടുക്കുന്നത്. വലിയ തൈകൾ കട്ടപ്പനയിലുള്ള മിറക്ക ഫാമിൽ നിന്നോ അല്ലെങ്കിൽ കറുകുറ്റിയിലുള്ള മിറക്ക ഫാമിൽ നിന്നോ പോയി കണ്ട് മേടിക്കാം. പല സത്യമുണ്ട്, കറുത്ത ഞാവൽ, വെള്ള ഞാവലൊക്കെ ഉണ്ട്. ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ, മിറക്കിൾ ഫാം കട്ടപ്പനയിൽ ഇല്ലേ, അതിൻ്റെ കറുകുറ്റിയിലുണ്ട്, അങ്കമാലി കറുകുറ്റിയിലുണ്ട്. കണ്ടോ, മിറക്കിൾ ഫാം കറുകുറ്റിയിൽ, അങ്കമാലി കറുകുറ്റി. അങ്കമാലിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ്. മാതളനാരകം കണ്ടോ, നിറയെ കായ്ച്ച് നിൽക്കുന്ന മാതളനാരകം. മുസാമ്പി, നാരങ്ങ, ഓറഞ്ച് എല്ലാം ഉണ്ട്. കായ്ക്കാത്തതും കായ്ച്ചതും എല്ലാം ഉണ്ട്. ചെറിയ തൈകളില്ലേ, ഓൺലൈനിലായി വാങ്ങാവുന്നതാണ്. തൈകൾ കൊറിയറായി നിങ്ങളുടെ വിലാസത്തിൽ ലഭിക്കും. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഫോൺ നമ്പർ ഇടാവേ, കൊരിയർ വേണ്ടിയവർക്ക് മേടിക്കാവേ. ഞങ്ങളവിടെ മുന്തിരി ഉണ്ടോ നോക്കി പോയതാണേ, അങ്കമാലി പോയ വഴിക്ക് കണ്ടപ്പോൾ കയറുക. മുന്തിരി ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഓർത്ത് കയറുക. പക്ഷെ മുന്തിരി അവിടെ ഇല്ലായിരുന്നു. മുന്തിരി നട്ടു വളർത്തിയിട്ടുണ്ട് പന്തലിട്ട്, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കാണിക്കാവേ. ഓറഞ്ചുണ്ട്, മുസാമ്പി ഉണ്ട്. ഉണ്ടോ, 2500 രൂപ. ഇങ്ങനെയാണ് പോകുന്നത്. മല്ലിക മാവുണ്ട്, ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്ത് പോയതാ. മുന്തിരിയും അത് രണ്ടും ഇല്ലായിരുന്നു. 2-3 തൈകൾ മേടിച്ചു കേട്ടോ. എന്തായാലും കണ്ടപ്പം മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്കമാലിക്കടുത്ത് 3 കിലോമീറ്റർ ദൂരം, കറുകുറ്റി എന്ന സ്ഥലത്താണ്. കട്ടപ്പനയിലെ മിറക്കിൾ ഫാമിൻ്റെ ബ്രാഞ്ചാണ്. കട്ടപ്പനയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ആദ്യം പോകുന്ന മേടിക്കാൻ. ചുമപ്പ് കളർ പേരയുണ്ട്, കണ്ടോ. ഒത്തിരി തൈകളുണ്ട്, വലിയ തൈകളുണ്ട്, ചെറിയ തൈകളുണ്ട്, കായ്ച്ച തൈകളുണ്ട്. കണ്ടോ, എത്ര മാത്രം ഉണ്ടെന്ന് നോക്കി. ആപ്പിൾ ചാമ്പയാന്ന് തോന്നുന്നു. മുസാമ്പി, ഓറഞ്ച്, കണ്ടോ, ഓറഞ്ചെല്ലാം പഴുക്കാറായി നിൽക്കുവാണ്. നമ്മൾ
വീട്ടിൽ കൊണ്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ നടാവൂ. അതുവരെ അവിടെ വെക്കുക, വെള്ളം ഒഴിക്കുക. സൂഡോമോണസൊക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത്തിയുണ്ട്, ഇത് ആപ്പിൾ ചാമ്പ കണ്ട വെള്ള, നല്ല നല്ല തൈകളുണ്ട് അവിടെ. മിയാസാക്കി മാങ്കോ കേട്ടോ, ഒരു മിയാസാക്കി മാവ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ളതുണ്ട് മിയാസാക്കി മാവ്. ഇത് മാതളം നാരങ്ങ, കായ്ച്ചതും കായ്ക്കാത്തതും ഏത് വേണേലും നമുക്ക് കിട്ടും, നമ്മുടെ ആവശ്യാനുസരണം കിട്ടും. 2-3 എണ്ണം ഒരുമിച്ച് കായ്ച്ചു കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് നമുക്ക് അതിരാവിലെ വെള്ളം ഒഴിക്കണം. ഒരു ചെടി നട്ടിട്ട് ചൂടായ മണ്ണിലില്ലേ വെള്ളം ഒഴിച്ചാൽ ഫംഗസ് ബാധയ്ക്കും സാധ്യത കൂടുതലാണ്. എന്നിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുക അതിരാവിലെ. 4 ദിവസം തൈകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിലെ തൈകൾ ചെല്ലുമ്പോഴേ നടരുത്, 4 ദിവസം കഴിഞ്ഞ് നടാവും. ഞങ്ങളങ്ങനെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ, വണ്ടി പോകുന്ന സൈഡിൽ തന്നെ കേട്ടോ ഇങ്ങനെ കയറി വരിക. വണ്ടി പോകുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാം മിറക്കിൾ ഫാം. എയർപോർട്ടിലാണ് ഇവിടെ നട്ടേക്കുന്നത് കേട്ടോ. ഇത് ബദാമാന്ന് തോന്നുന്നു. ഇതെന്തോ തയ്യാന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടോ. നാഗപ്പൂർ കമലാവുന്നു, പുതിയ സൈസ് തയ്യ. കട്ടപ്പന ഇടുക്കിയിലുള്ളതിൻ്റെ ബ്രാഞ്ച്. മാതള നാരകം കണ്ട പൂവിട്ട് നിൽക്കുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മുഴുത്ത മാതള നാരങ്ങ കണ്ടോ. കൊണ്ടുപോയി വെച്ച് നമ്മൾ 4 ദിവസം കഴിഞ്ഞേ നടാൻ പറ്റുള്ളൂ. അതുവരെ വെള്ളം ഒഴിക്കുക. മിറക്കിൾ എയർപോർട്ടിലോട്ടൊക്കെ നടാം. ഞങ്ങൾ എയർപോർട്ടിലാണ് ഇങ്ങനെ നടന്നത്. ഇത് കണ്ടോ, ഒരു കേടും ഇല്ലാത്ത നല്ല മാവൊക്കെ ഉണ്ട്. നല്ല മുഴുത്ത മാങ്ങ ഉണ്ടോ. ഞങ്ങൾ കുഴിയെടുക്കുന്നത് എങ്ങനെയാണ്, 1.5 അടി നീളത്തിലും വീതിയിലും ആഴത്തിലും കുഴിയെടുത്ത് മണ്ണ് ഇളക്കി നടുവിൽ ഗ്രോ ബാഗ് ഇറങ്ങുന്ന രീതിയിൽ ചെറിയ കുഴിയെടുക്കുക. എന്നിട്ട് ഗ്രോ ബാഗ് മുറിച്ച് മാറ്റിയിട്ട് തൈ ഇറക്കി വയ്ക്കുക. അങ്ങനെയാണ് ഞങ്ങൾ മാവൊക്കെ നടുന്നത്. ബാക്കി മണ്ണിട്ട് നിറയ്ക്കുക, കരിയില പൊതിയിടുക. വളമൊക്കെ ഇട്ട് കൊടുക്കണം. ചെടി നടുമ്പോൾ ഇല്ലേ മണ്ണിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂട്ടി ഇളക്കി ഇട്ട് കൊടുക്കണം. ഇച്ചിരി ബോർഡോ മിശ്രിതം കലക്കി ഒഴിക്കണം. കുഴിയിലെ ഇച്ചിരി കുമ്മായം ഇടണം. കുമ്മായം ഇട്ടിട്ട് ബോർഡോ മിശ്രിതം ഒഴിക്കണം കുഴിയിലെ. അല്ലെങ്കിൽ ബോർഡോ മിശ്രിതത്തിലെ സാബ് കലക്കി ഒഴിച്ചാലും മതി.
ചെടി നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈക്കോഡമ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. 3 മാസത്തിലൊരിക്കൽ ഞങ്ങൾ വളം കൊടുക്കും. എല്ലുപൊടി, ചാണകപ്പൊടി, കരടല പിണ്ണാക്കും എല്ലാം, വേപ്പ് പിണ്ണാക്കും എല്ലാം ഇളക്കിയേ. മരം മുന്തിരിയുണ്ട്, ജമ്പോട്ടിക്കാബ. ഞങ്ങൾ മേടിക്കാൻ പോയ തൈകളില്ലെങ്കിലും വേറെ 2-3 തൈകൾ മേടിച്ചു. മല്ലിക മാവും മുന്തിരിയും മേടിക്കാൻ പോയതാണ്. വേറൊരു വഴിക്ക് പോയപ്പോൾ അവിടെ കയറിയതാണ്. ഇത് ഓറഞ്ച്, മാൾട്ട ഓറഞ്ച്. ഇത് ജാക്ക് ഫ്രൂട്ട്, റെഡ് കളർ. ഞാൻ ഫോൺ നമ്പർ കമൻറ്റ് ഇട്ടേക്കാവേ. വേണ്ടിയവർക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കൊറിയർ ചെയ്ത് കേട്ടോ. കറുകുറ്റി മിറക്കിൾ ഫാമിൻ്റെ ഫോൺ നമ്പർ ഇടാം. മാതള നാരങ്ങ ഉണ്ടായി വരുന്നു. ഒരു മാതളത്തൈ മേടിച്ചു, ഒരു മാവ് മേടിച്ചു, ഞങ്ങൾ ഒരു ഞാവൽ മേടിച്ചു. പേരയ്ക്ക 2-3 സൈസ് പേരയുണ്ട് അവിടെ, ചുവപ്പ് കളറ്. ഞങ്ങളൊരു പേരയും മേടിച്ചു. വൈറ്റ് പേര മേടിച്ചേ, ജപ്പാൻ പേര. ചുവപ്പ് പേരയും റെഡ് കളർ പേരയും വൈറ്റ് പേരയും 2 മേടിച്ചു. അത് സീഡ്ലെസ് ലെമൺ, കുരുവില്ലാത്ത നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ടോ. മിയാസാക്കി മാവ് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇടുക്കിയിൽ നിന്ന് മേടിച്ചതെല്ലാം നല്ല തൈകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും നോക്കിയപ്പം മേടിച്ചു. അതിൻ്റെ ബ്രാഞ്ചൊക്കെ ഏതാണ്ട് ഇത് 600 രൂപ. ഇത് റെഡ് ലേഡി പപ്പായ, അതിന് 30 രൂപ. എല്ലാം തന്നെ എയർപോർട്ടിൽ അവർ നട്ടേക്കുന്നു. തായ്വാൻ റെഡ് മാംഗോ. എയർപോർട്ടിൽ നട്ട ചെടികൾക്ക് നല്ല വളർച്ച കൂടുതൽ ലഭിക്കുകയും നിറയെ ദ്വാരങ്ങളുള്ളതിന് നല്ല വായുസഞ്ചാരം ലഭിക്കും. ഇത് വളർച്ചയ്ക്ക് നല്ല വിളവിന് സഹായിക്കും. ഇത് ഓറഞ്ച്, മുസാമ്പി തോന്നുന്നു. എല്ലാം നിറയെ കായ്ച്ച് കിടക്കുന്നുണ്ടോ. മുസാമ്പിയും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. രണ്ടും എനിക്ക് തിരിച്ചറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതൊരു മാങ്ങ കണ്ടോ, നല്ല മുഴുപ്പാണ്.
കുറേ തൈകളുണ്ട് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നത്. എന്നാ മാവാന്നറിയത്തില്ലേ. നമ്മുടെ ഒക്കെ മാവല്ലെന്ന് തോന്നുന്നു, വേറെ എന്തോ മാവ്. ഇനി പേരവിടെ കണ്ടില്ല. ഇത് ഞാവൽ, ബ്ലാക്ക് കളർ ഞാവൽ. ഇത് വേറെ ഒരു സൈസ് ഫ്രൂട്ടാണ്. കണ്ടോ, ബ്രസീൽ മൾബറി. അതിവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചുവപ്പ് കളർ പേരത്തൈ കണ്ട, റെഡ് കളർ പേര പോലെ ഒരെണ്ണം മേടിച്ചു. പേര, അത്തി എല്ലാം ഉണ്ട്, പല സൈസുണ്ട്. ഇത് കുരിയില്ലാത്ത പേരക്ക ഉണ്ടോ. ഇത് അത്തി നല്ലപോലെ തഴച്ചു വളർന്നു അത്തിത്തൈ. ഓറഞ്ചുണ്ട്, മുസാമ്പിയുണ്ട്, ലെമണുണ്ട്, എല്ലാം തന്നെയുണ്ട് കായ്ച്ചത്. കണ്ടോ, റെഡ് കളറ് പേര കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ. അതിൻ്റെ അടുത്ത് തന്നെ മുസാമ്പിയോ ഓറഞ്ചൊക്കെ ഉണ്ട്. $2500 തൈ. ഇത്ര തൈകളാണ് ഞങ്ങൾ മേടിച്ചത്. ഞാവൽ, അത്തി, മാതളനാരകം, അത്തി, ഞാവൽ, മാവ്. ഒരു മാവ് വേറെ വെച്ചേക്കുന്നത് അതുകൊണ്ട് കാണാത്ത. ഇതാ ഒരു മുതിരി നട്ടേക്കുന്നുണ്ട്. എല്ലാം കമ്പി ഇങ്ങനെ നാട്ടി പടർത്തി പന്തലിലാണ് മുതിരി നട്ടേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ. അങ്ങനെ അങ്കമാലി കറുകുറ്റിയിൽ മിറക്കിൾ ഫാമുണ്ട്. അവിടെ ആദ്യമായിട്ട് പോകുന്നതാണ്. ധാരാളം ഇഷ്ടം പോലെ തൈകളുണ്ട്, വലിയതും ചെറുതൊക്കെ. കണ്ടാ മുന്തിരി പന്തലിലിട്ടേക്കുന്ന കമ്പിയ ഇങ്ങനെ കെട്ടിയിട്ട്. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.